ആഭരണപ്രേമികളെ വീണ്ടും നിരാശരാക്കി സ്വർണ്ണവില. ഗോൾഡ് റേറ്റ് വീണ്ടും മേലോട്ട്. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കുതിപ്പിന് വളമിട്ട് അനുകൂല ഘടകങ്ങളുടെ പെരുമഴ തിമിർക്കുന്നതാണ് തിരിച്ചടി. പൊതുവെ ഭൗമരാഷ്ട്രീയ ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസ്, സാമ്പത്തിക പ്രതിസന്ധികളുണ്ടാകുമ്പോൾ എക്കണോമിക് ക്രൈസിസ് സ്വർണ്ണത്തിന് സുരക്ഷിത നിക്ഷേപം സേഫ് ഹേവൻ എന്ന പെരുമ കിട്ടുകയും വില കുതിക്കുകയും ചെയ്യും. അതാണ് നിലവിൽ രാജ്യാന്തര വിപണിയിൽ സംഭവിക്കുന്നത്. അതിന്റെ ചുവടുപിടിച്ച് കേരളത്തിലും കേരള ഗോൾഡ് പ്രൈസ് കയറുകയാണ്. വില സംസ്ഥാനത്ത് ഇന്ന് ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് വില 8,950 രൂപയും പവന് 240 രൂപ ഉയർന്ന് 71,600 രൂപയുമായി. സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ 3% GST, ഹോൾമാർക്ക് HUID ചാർജ് 53 രൂപ 10 പൈസ, പണിക്കൂലി 3-35% എന്നിവയും ബാധകമാണെന്നതിനാൽ വാങ്ങൽ വിലയും ആനുപാതികമായി കൂടുമെന്നത് ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാണ്. ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി. ഗോവിന്ദൻ നയിക്കുന്ന ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ AKGSMA വിലനിർണ്ണയപ്രകാരം സംസ്ഥാനത്ത് ഇന്ന് 18 കാരറ്റ് ഗോൾഡ് സ്വർണ്ണവില ഗ്രാമിന് 25 രൂപ ഉയർന്ന് 7,370 രൂപയായി. വെള്ളി, സിൽവർ വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 110 രൂപ. അതേസമയം എസ്. അബ്ദുൽ നാസർ വിഭാഗം AKGSMA ഇന്ന് 18 കാരറ്റ് സ്വർണ്ണത്തിന് നൽകിയ വില ഗ്രാമിന് 25 രൂപ ഉയർത്തി 7,340 രൂപയാണ്. വെള്ളിക്ക് വില മാറിയില്ല. ഗ്രാമിന് 109 രൂപ. കനം കുറഞ്ഞ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും വജ്രം ഉൾപ്പെടെ കല്ലുകൾ പതിച്ച ആഭരണങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് 18 കാരറ്റ് സ്വർണം. 22 കാരറ്റ് സ്വർണത്തെ അപേക്ഷിച്ച് പരിശുദ്ധി കുറവാണെങ്കിലും 18 കാരറ്റ് സ്വർണത്തിനും ഡിമാൻഡ് ഏറെ. ആഭരണമായി ഉപയോഗിക്കുന്നതിനു പുറമെ അടിയന്തര സാമ്പത്തികാവശ്യം നിറവേറ്റാൻ പണയവസ്തുവായും ഗോൾഡ് ലോൺ നേടാൻ 18 കാരറ്റ് സ്വർണത്തെ നിരവധി പേർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സ്വർണക്കുതിപ്പിന്റെ വഴി. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $3,289 നിന്ന് $3,314 വരെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലും ഇന്ന് വില വർദ്ധിച്ചത്. സംസ്ഥാനത്ത് വില നിർണ്ണയത്തിന് പ്രധാനമായും മാനദണ്ഡമാക്കുന്ന ബോംബെ വിപണി വില മുംബൈ റേറ്റ് ഗ്രാമിന് 37 രൂപ വർദ്ധിച്ച് 9,812 രൂപയും സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകൾ ഈടാക്കുന്ന വില ബാങ്ക് റേറ്റ് ഗ്രാമിന് 41 രൂപ ഉയർന്ന് 9,890 രൂപയായതും കേരളവില കൂടാനിടയാക്കി. അതേസമയം ഡോളറിനെതിരെ രൂപ ഇന്ത്യൻ റുപ്പി 4 പൈസ മെച്ചപ്പെട്ട് 85.50 ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. ഇത് കേരളത്തിൽ സ്വർണ്ണവില വർധനയുടെ ആക്കം നേരിയ തോതിൽ കുറച്ചു. എന്തുകൊണ്ട് വില മുന്നോട്ട്? അമേരിക്കയിലേക്കുള്ള സ്റ്റീലിനും അലൂമിനിയത്തിനും 50% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം വീണ്ടും ആഗോള താരിഫ് യുദ്ധത്തിന് കളമൊരുക്കിയിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും യൂറോപ്പുമടക്കം നിരവധി രാജ്യങ്ങളെ ഈ തീരുവ വർധന സാരമായി ബാധിക്കും. ചൈനയും യുഎസും വ്യാപാരച്ചട്ടങ്ങളിൽ വീഴ്ച വരുത്തിയെന്ന് പരസ്പരം ആരോപണങ്ങളും വാക്പോരുകളും തുടങ്ങിയതും തിരിച്ചടിയാണ്. ലോകത്തെ ഒന്നും രണ്ടും സാമ്പത്തിക ശക്തികൾ ഇത്തരത്തിൽ പരസ്യമായി പോരടിക്കുന്നത് ആഗോള സാമ്പത്തിക മേഖലയിൽ ആശങ്ക പടർത്തും. ഇതിനു പുറമെ റഷ്യൻ വ്യോമതാവളങ്ങളിൽ ആക്രമണം നടത്തി 40ഓളം യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്ന യുക്രൈന്റെ അവകാശവാദവും എരിതീലെണ്ണയായി. റഷ്യ തിരിച്ചടിക്കാൻ സാധ്യതയേറിയതോടെ യുദ്ധം കൂടുതൽ കലുഷിതമായേക്കും. ഇതെല്ലാം സ്വർണത്തിന് സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ സമ്മാനിക്കുകയും വില കൂടുകയുമാണ്. നിക്ഷേപകർ ഓഹരി, കടപ്പത്രം തുടങ്ങിയവയിൽ നിന്ന് പിന്മാറി തൽക്കാലം പ്രതിസന്ധികൾ കെട്ടടങ്ങും വരെ ഗോൾഡ് ETF, ഗോൾഡ് ETFs പോലുള്ള നിക്ഷേപങ്ങളിലേക്ക് നിക്ഷേപം മാറ്റുകയാണ്. ഇതാണ് വില കൂടാൻ മുഖ്യ കാരണം. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറഞ്ഞു തുടങ്ങിയതും ഈ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ കരുതൽ ശേഖരത്തിലേക്ക് സ്വർണം വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നതും നേട്ടമാകുന്നത് സ്വർണത്തിനു തന്നെ. ഭൗമരാഷ്ട്രീയ താരിഫ് പ്രശ്നങ്ങൾക്കിടെ ഡോളറിന്റെ മൂല്യം താഴുന്നതും സ്വർണത്തെ ആകർഷകമാക്കും. അതേസമയം ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷിയും തമ്മിൽ വൈകാതെ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന സൂചനകളുണ്ട്. സമവായമുണ്ടായാൽ സ്വർണ്ണവില താഴേക്കിറങ്ങാനുള്ള വഴി തെളിയും. ബിസിനസ്, ഇക്കണോമി, സ്റ്റോക്ക് മാർക്കറ്റ്, പേഴ്സണൽ ഫിനാൻസ്, കമ്മോഡിറ്റി, സമ്പാദ്യം വാർത്തകൾക്ക് മനോരമ online.com/business